പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 48-ാം തിരുവചനത്തിലൂടെ തിരുവചനം എങ്ങനെയാണ് സംസാരിക്കുന്നത്? കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം ഇതെല്ലാം കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയി. അവൻ്റെ പരിചയക്കാരും ഗലീലയിൽ നിന്ന് അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും അകലെ ഇതെല്ലാം കണ്ട് നിന്നിരുന്നു. ഈശോയുടെ കുരിശുമരണം നോക്കിക്കണ്ട ജനത്തിൻ്റെ പ്രതികരണമായിരുന്നു ഇത്. വെറും ഒരു കാഴ്ചക്കാരെ പോലെ നിന്നുകൊണ്ട് അവർ മാറത്തടിച്ചുകൊണ്ട് അവരുടെ സ്വന്തം സ്ഥലങ്ങളിലേക്ക് തിരിച്ചുപോയി എന്നാണ് തിരുവചനം പറയുക. മറ്റു ചിലർ അകലെ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു എന്നും തിരുവചനം പറയുന്നു. ഇന്ന് തിരുസഭയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കാഴ്ചക്കാരുടെ എണ്ണമാണ്. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടവർ കുർബാന കാണാൻ മാത്രം പോകുന്നവരായി മാറുന്നു. ഈശോയുടെ അടുത്തായിരിക്കേണ്ടവർ പലപ്പോഴും അകലെ കാഴ്ചക്കാരായി മാത്രം ഒതുങ്ങുന്ന അവസ്ഥ. ഈശോ നമ്മളെ വിളിക്കുന്നത് കാഴ്ചക്കാരാകാനല്ല, തൻ്റെ കൂടെ തന്നോടൊപ്പമായിരിക്കുവാനാണ്. അകലെ നിൽക്കേണ്ടവരല്ല നമ്മൾ, ഈശോയുടെ അടുത്തായിരിക്കേണ്ട വിളിയാണ് ക്രിസ്തീയ ജീവിതം. മറിയം അടുത്തിരുന്നുകൊണ്ട് ഈശോയുടെ വചനങ്ങൾ ശ്രവിച്ചപ്പോൾ ഈശോ അവളെക്കുറിച്ച് പറഞ്ഞു, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തുവെന്ന്. നമുക്കും നല്ല ഭാഗം തിരഞ്ഞെടുക്കുന്ന വ്യക്തികളായി മാറാം. ഈശോയുടെ ചാരെ ആയിരിക്കാം. ഈശോയുടെ ചാരെ ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും കുടുംബത്തിലും കർത്താവിൻ്റെ സമാധാനവും അനുഗ്രഹവും നിറയുന്നത്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.